contains two constants C1 and C2. So after finding the general solution, you can find what the particular solution using the two conditions given in your question. Okay. So by using the first condition, you will get an equation, and using the second condition you will get another equation, and solving the two equations you will get what the values of the constant C1 and C2. And after getting that C1 and C2, put the values in your general solution and you will get the particular solution. So that is the initial value problem. Okay. So ഒരു problem ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത് ചെയ്യുക. Okay. ഇന്നലത്തെ പ്രോബ്ലം നിങ്ങൾ നോക്കിയോ? സോ ഈ പ്രോബ്ലം ആയിരുന്നില്ലേ നമ്മൾ ചെയ്തത്? ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y is equal to 0, y of 0 is equal to 0 and y dash of 0 is equal to 1, right? ഈ പ്രോബ്ലം നമ്മൾ ചെയ്തേ. So solve this problem. ഈ ഒരു initial value problem നിങ്ങൾ ചെയ്തു നോക്ക്. Okay. Find the solution of the initial value problem y double dash minus 2y dash plus y is equal to 0. Y of 0 is equal to 1 and y dash of 0 is equal to 2. Okay. So this is an initial value problem. Initial value problem means what? You have to find the particular solution. Okay. Question a particular solution parayula. പക്ഷേ initial value problem ആണ്, you have to find the particular solution. Okay. So the question is y double dash minus 2 y dash plus y is equal to 0, and the conditions are y of 0 is equal to 1 and y dash of 0 is equal to 2. So solve this question. ഒന്ന് solve ചെയ്ത് നോക്ക്. ഇതായിരുന്നു ഇന്നലെ ചെയ്തേ. ഓക്കെ. അപ്പൊ ഇത് ചെയ്തില്ലേ? കണ്ടീഷൻസ് നോക്കണം, എന്തെങ്കിലും വ്യത്യാസം മൈനസിലോ പ്ലസിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. ഇതല്ലേ ഇന്നലെ ചെയ്തേ? y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y is equal to 0 ആണോ? നോ മാം. മറ്റേതാ ചെയ്തേ? എന്നാ ഇതൊന്ന് ചെയ്യോ? y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y is equal to 0. മാം ഇതൊക്കെ ട്യൂട്ടോറിയൽ നോട്ടിൽ എഴുതണ്ടേ? അല്ല, ഞാൻ ട്യൂട്ടോറിയൽ നോട്ടിൽ എഴുതേണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഏതാ ട്യൂട്ടോറിയൽ എഴുതേണ്ടതെന്ന് അത് ഞാൻ പറയും. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതിയാൽ മതി ആ പ്രോബ്ലംസ് മാത്രം. ഓക്കെ. അപ്പൊ ഇന്നലെ ചെയ്താലും നമുക്ക് എന്താ ആൻസർ കിട്ടിയേ? എന്തായിരുന്നു കിട്ടിയേ? റൂട്ട് ഏതായിരുന്നു? ഓക്കെ. ആൻഡ് അത് റൂട്ട് എന്തായിരുന്നു കിട്ടിയത്? സിംഗിൾ ഡബിൾ റൂട്ട് അല്ലേ കിട്ടിയേ? ഓക്കെ. എന്നാൽ ഈ ഒരു പ്രോബ്ലം ചെയ്തു. y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y is equal to 0. y of 0 is equal to 0 and y dash of 0 is equal to 1. ഓക്കെ. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സോ ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ. y double dash minus y dash minus 2y is equal to 0.
മാം ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നേരത്തെ തന്ന ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത്. ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ടിൽ ഓൾറെഡി ചെയ്തോ? നോട്ട് ചെയ്തിന്. ചെയ്തു. ഓക്കെ, ഇത് നോട്ടിൽ ചെയ്ത ആൾക്കാർ ഞാൻ അടുത്ത പ്രോബ്ലം തരാം. ഇത് ചെയ്യാത്ത ആൾക്കാർ ഇത് ചെയ്തിട്ട് മാത്രം അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇത് ചെയ്യാം. Y double dash plus a W square y is equal to 0. Y of 0 is equal to 1 and y dash of 0 is equal to W. ഇതൊന്ന് ചെയ്തേ. The question, y double dash plus W square is equal to 0, y of 0 is equal to 1 and y dash of 0 is equal to W. Okay, solve this question. ആൻസർ കിട്ടിയാൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. ഓക്കെ, ചെയ്തു ആരെങ്കിലും? ജനറൽ സൊല്യൂഷൻ കിട്ടിയോ? ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയാം, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. So if you have a doubt, you can ask.
ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയോ? നിങ്ങൾ എല്ലാവരും ചെയ്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? ഓക്കെ ആണോ അത്? ഇസ് ഇറ്റ് ഓക്കെ? ഒന്ന് റിപ്ലൈ തന്നെ. ഓക്കെ, ബാക്കിയുള്ളവരോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ജനറൽ സൊല്യൂഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ദാറ്റ് ഇസ് y ഡബിൾ ഡാഷ് പ്ലസ് w സ്ക്വയർ y is equal to 0. എന്താ സൊല്യൂഷൻ അനുശ്രീ? എന്താ ജനറൽ സൊല്യൂഷൻ കിട്ടിയേ? y is equal to ഓക്കെ, so here y double dash plus w square y is equal to 0. So our characteristic equation is what? Lambda square plus w square is equal to 0, right? എവിടെ y ഡാഷിന്റെ ടേം ഇല്ല, സോ ലാംഡന്റെ ടേം ഉണ്ടാവില്ല. yന്റെ ടേം മീൻസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, സോ ലാംഡ സ്ക്വയർ പ്ലസ് w സ്ക്വയർ is equal to 0. So lambda square is equal to minus w square. Then lambda is equal to what? Square നമ്മൾ കളയണം, സോ റൂട്ട് എടുക്കുക, plus or minus root minus w square, which is equal to plus or minus the root of w square is w and the root of negative is I. So the answer is plus or minus wi. So our root is of the form p plus or minus qi, that is 0 plus or minus wi. Therefore p is equal to 0 and q is equal to w. Therefore, our general solution y is equal to e raised to px into a cos qx plus b sin qx, which is equal to e raised to 0x into a cos wx plus b sin wx, okay, which is equal to a cos wx plus b sin wx. So this is the general solution. ഇത് തന്നെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ജനറൽ സൊല്യൂഷൻ? ജനറൽ സൊല്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? ഇത് തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? y is equal to a cos wx plus b sin wx. Very good. Okay. So now you have to find the particular solution. Okay. So to find the particular solution, നമ്മൾ എന്തുകൂടെ കണ്ടുപിടിക്കണം? The derivative of a general solution. That means you have to find the y dash. Okay. You have to find y dash. So y is equal to a cos wx plus b sin wx. So now find y dash. So y dash is equal to what? Derivative of a cos wx. എന്താ വരിക? a minus sin wx into w plus derivative of b sin wx is b cos wx into w. That is y dash is equal to minus a w sin wx plus b w cos wx. Okay, so this is y dash.
Now use the conditions. First condition is y of 0 is equal to 0. So y of 0 is equal to 0 means x is equal to 0 and y is equal to 0. സോ ആ വാല്യൂ നിങ്ങൾ ജനറൽ സൊല്യൂഷനിലുണ്ട്. വൈ ആണ് കണ്ടീഷൻ. സോ വൈ വരുന്ന ഇക്വേഷൻ എടുക്കണം. വൈ വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, സോ പുട്ട് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ യുവർ ജനറൽ സൊല്യൂഷൻ ആൻഡ് ഫൈൻഡ് ദി കോൺസ്റ്റന്റ് using the first condition, and after that use the second condition and put the values in this equation y dash, the equation y dash. Okay, put the values of x and y dash here and find the second constant. എത്രയാ കോൺസ്റ്റൻസ് കിട്ടുന്നതെന്ന് പറ. ഞാൻ എയും ബിയും 1 ആ കിട്ടിയ. 1 a and b are 1. വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടിയോ അത്? a and b 1. ഓക്കെ, ഓക്കെ, ഇതാ. So y of 0 is equal to 0. ഇതാണ് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ. x is equal to 0 and y is equal to 1. Okay, so y is equal to what? a cos wx plus b sin wx. Okay, so y ക്ക് 1 കൊടുക്കുക, x ന് 0 കൊടുക്കുക. So 1 is equal to a cos w into 0 plus b sin w into 0 എന്ന് വരും. That is 1 is equal to a cos 0 plus b sin 0. That is 1 is equal to cos 0 എന്താണ്? 1 ആണ്. So a into 1 plus 0 is 0. So b into 0 is equal to 0. So 1 is equal to a എന്ന് വരും. That is a is equal to 1. Similarly, use the second condition. Second condition is y dash of 0 is equal to w, which means x is equal to 0 and y dash is equal to w. Okay, so put w instead of this y dash and 0 instead of this x. We'll get w is equal to minus a w sin w into 0 plus b w sin w into 0. So w is equal to minus a w sin 0 is again 0 and cos 0 is again 1. So w is equal to b in w and b is equal to w divided by w, that is 1. So a and b are 1. Okay. Then now we have to write the particular solution. So our general solution is y is equal to a cos wx plus b sin wx. Okay, so particular solution means you have to put the values of a and b. So here a and b is 1. So a is what? a 1 കൊടുക്കുക, b 1 കൊടുക്കുക. Then your particular solution is y is equal to cos wx plus sin wx. കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, റിഷാൽ കിട്ടിയോ? റിഷാൽ? Yes, ma'am. ഓക്കെ, അപ്പം നിങ്ങൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി. വളരെ ഈസിയാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കും. ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ അടുത്തത് പറയട്ടെ. ഇതിൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഒരു ഇക്വേഷൻ കണ്ടാൽ, ദാറ്റ് ഈസ് an ഇക്വേഷൻ വിത്ത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ആൻഡ് അതിന്റെ സൊല്യൂഷൻ കാണാൻ നിങ്ങൾ ഇപ്പൊ പഠിച്ചില്ലേ? ആൻഡ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനും നിങ്ങൾ പഠിച്ചില്ലേ? ഇതിലൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആൻഡ് ക്ലിയർ ആണോ? Okay, so we have to what? നമ്മളെ അടുത്ത ടോപ്പിക്, that is Euler-Cauchy equation. Okay,
So our next topic is Euler-Cauchy equation, second order differential equation, and its name is Euler-Cauchy. First type, കുറേ ടൈപ്സ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അതിന്റെ സൊല്യൂഷൻ കാണാൻ നമ്മൾ പഠിച്ചു. ആൻഡ് ദി സെക്കൻഡ് ഫോം ഇസ് Euler-Cauchy ഇക്വേഷൻ. ഓക്കെ, സോ ഇനി അതാണ് നിങ്ങൾ പഠിക്കാൻ പോകേണ്ടത്. ഏത് ഫോമിലെ ഇക്വേഷനെയാണ് Euler-Cauchy ഇക്വേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ഹൗ ടു സോൾവ് ദറ്റ് Euler-Cauchy ഇക്വേഷൻ. ഇറ്റ് ഈസ് വെരി ഈസി. ഇത് ഇപ്പം നമ്മൾ പഠിച്ച മാതിരി തന്നെയാണ് എവിടെയും. നിങ്ങൾ ആ ഫോം പഠിച്ചു വെക്കുക, ഇക്വേഷൻ്റെ ഫോം, ദ ഫോം ഓഫ് Euler-Cauchy ഇക്വേഷൻ. ഓക്കെ, so the equation is of the form x square y double dash plus x y ax y dash plus by is equal to 0. So this is the equation, homogeneous equation of Euler-Cauchy. Okay, Euler-Cauchy homogeneous second order differential equation, or simply Euler-Cauchy equation. അല്ലെങ്കിൽ നമ്മൾ Euler equation എന്ന് പറയും, അല്ലെങ്കിൽ Cauchy equation എന്ന് പറയും, അല്ലെങ്കിൽ Euler-Cauchy equation എന്ന് പറയും. So this is the form of the Euler-Cauchy equation, that is x square y double dash plus ax y dash plus by is equal to 0, where a and b are constants. Okay, so നേരത്തെ കേസിൽ in the second order differential equation with constant coefficient, we have only the terms of y double dash y and the constants a b, right? So here we have the x square, the function x square and x. ഓക്കെ, നമ്മുടെ നേരത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സ് എന്ന് പറഞ്ഞൊരാളേ ഇല്ല. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞൊരു ടേമേ ഉണ്ടായിട്ടില്ല. സോ ദാറ്റ് ഈസ് എന്താ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ബട്ട് ഹിയർ ദി കോഎഫിഷ്യന്റ് ഓഫ് വൈ ഡബിൾ ഡാഷ് ഈസ് വാട്ട്, എക്സ് സ്ക്വയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ഏത് ഇക്വേഷൻ ആണ് ഇതെന്ന്. സോ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ഹിയർ ദി കോഎഫിഷ്യന്റ് ഓഫ് വൈ ഡബിൾ ഡാഷ് ഈസ് എക്സ് സ്ക്വയർ. Okay, and the coefficient of y dash is ax, means y dash ന്റെ coefficient or x ഉണ്ടാവണം, y double dash ന്റെ coefficient x square ഉണ്ടാവണം. Okay, and y ന്റെ coefficient ഒരു കോൺസ്റ്റന്റ് മാത്രമായിരിക്കും. സോ ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, Euler-Cauchy ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Euler-Cauchy ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് Euler-Cauchy. Okay, so in the solution we have to find the solution of this Euler-Cauchy equation. So the working method is same as that of our second order differential equation with constant coefficient. That is, we have to find the characteristic equation of this Euler-Cauchy. Okay, so avade second order equation with constant coefficient, we have the characteristic equation in terms of lambda. Or equation and direct nammal lambda vechittu ezhuduvana cheythu. But here our characteristic equation is in terms of m വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുക. ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അതിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എം സ്ക്വയർ പ്ലസ് a minus 1 into m plus b is equal to 0. So this is our characteristic equation or auxiliary equation of the Euler-Cauchy equation. Okay, so the Euler-Cauchy equation means the equation of the form x square y double dash plus ax y dash plus by is equal to 0. നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ is what, x square y double dash plus 2xy dash plus 3y is equal to 0. So this equation is what, an Euler-Cauchy equation, because y double dash, the coefficient of y double dash is x square. Okay, coefficient of y double dash is x square and the coefficient of y dash is 2x. That means x ഉണ്ട് ഇവിടെ, പിന്നെ ഒരു കോൺസ്റ്റന്റ്, എന്തായാലും കുഴപ്പമില്ല. Okay, and we have 3y, that is the term y and the coefficient of y is a constant. So ഇതേ ഫോമിലുള്ള ഇക്വേഷൻ ആണ് ഇത്. So this is an equation and the equation is called Euler-Cauchy equation. Okay, so here a and b is what, നമ്മൾ ഒരു Euler-Cauchy equation കിട്ടിയാൽ ഇത് ഐഡന്റിഫൈ ചെയ്താൽ, and to solve that Euler-Cauchy equation we have to write the a and b first. Okay, so here a is equal to what, a എന്ന് പറഞ്ഞാൽ ഇതാണ് 2. Okay, and b is equal to this one 3, coefficient of y. So a and b namukku kitti. Now you have to write what the
characteristic equation or the auxiliary equation. So the auxiliary equation is what? M square plus a minus 1. So here a is equal to what? 2. So 2 minus 1 into m plus b is equal to what? 3 is equal to 0. So m square plus 2 minus 1 is 1. So 3 is equal to 0. That is m square plus m plus 3 is equal to 0. So this is the uh, characteristic equation of this ഓയിലർ കോഷി ഇക്വേഷൻ. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഓയിലർ കോഷി ഇക്വേഷൻ കിട്ടിയാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നത്. അല്ലാണ്ട് നേരത്തെ എഴുതിയ പോലെ നമ്മൾ ഡയറക്റ്റ് ലാംഡ വെച്ചിട്ട് എഴുതുകയല്ല ചെയ്യുക. അതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, ബട്ട് ഹിയർ ഓൾസോ ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് വാട്ട്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ബാക്കി സ്റ്റെപ്സ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ 3 കേസസ് നമുക്ക് ഉണ്ടാവും. ദാറ്റ് ഈസ് distinct real roots, 2 distinct real roots, or the root may be what? Double root or a complex conjugate. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് എഴുതാം? നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ മാറ്റാണ്, അതായത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ജനറൽ സൊല്യൂഷൻ അല്ല ഇവിടെ. ഇവിടെയും ഓരോ കേസസിനനുസരിച്ചിട്ട് ഓരോരോ ജനറൽ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ വർക്കിംഗ് മെത്തേഡ് എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആണ്. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുന്നു, then you have to write the characteristic equation. So to find the characteristic equation, use this equation, m square plus, this is the characteristic equation, m square plus a minus 1 into m plus b is equal to 0. Okay, so a യും b യും ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എ ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് വൈ ഡാഷ്. എക്സ് വൈ ഡാഷിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, ആൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് y is b. So അത് യൂസ് ചെയ്തിട്ട് you can find the characteristic equation, and after finding the characteristic equation, find the roots. Okay, so roots കിട്ടിയ ജനറൽ സൊല്യൂഷൻ എഴുതാൻ നോക്കുക. കേസ് 1 നമുക്ക് ഒരു സിംഗിൾ റൂട്ട് ആണ്, സോറി 2 റിയൽ റൂട്ട്സ്, 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ then the solution is y is equal to c1x raised to m1 plus c2x raised to m2. So here the equation is in terms of m. So we'll get the roots m1 and m2, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. അവിടെ ലാംഡ വെച്ചിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലാംഡ 1 ലാംഡ 2 റൂട്ട്സ് ആക്കി എടുത്തു. ഹിയർ m ആണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ the roots are m1 and m2. So if the roots are m1 and m2, then our general solution is y is equal to c1x raised to m1 plus c2x raised to m2. Okay, അവിടെ നമ്മൾ e raised to ആയിരുന്നു ചെയ്തത്, ഇവിടെ നമ്മൾ എക്സിന്റെ പവർ ആയിട്ടാണ് നമ്മുടെ സൊല്യൂഷൻസിനെ എഴുതുന്നത്. സോ ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ when the roots are 2 distinct real roots. Okay, ഇതിങ്ങനെ തന്നെ എഴുതുക. m1 പകരം നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എഴുതുക, m2 പകരം നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എഴുതുക, ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, ആൻഡ് കേസ് 2, കേസ് 2 ഇസ് ഡബിൾ റൂട്ട്. ഒരു റൂട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ആ റൂട്ട് എന്താ? m ആയിരിക്കും. then the general solution y is equal to c1 plus c2 log x, okay, into x raised to m. So this is the what? The general solution when the root is double root. Okay, c1 plus c2 log x നിങ്ങൾ തന്നെ എഴുതുക, x എഴുതുക, m ന് പകരം കിട്ടിയ വാല്യൂ അവിടെ കൊടുക്കുക. So this is the case 2. And the third case, that is complex root ആവുന്ന സമയത്ത് the general solution is y is equal to x raised to p ആണ് വരിക. Okay, here case 3. Okay, y is equal to complex conjugate means the root is of the form p plus or minus qi or iq. Okay, so p എഴുതാൻ പറ്റും, നമുക്ക് q എഴുതാൻ പറ്റും. Then substitute in this, that is y is equal to x raised to p. Okay, x raised to p into a cos q log x plus b sin q log x. ഓക്കെ, എല്ലാം log x ഉണ്ട്, പിന്നെ ഇവിടെ x raised to p ആണ്. ഈ ഫോർമുല, ഈ 3 ഫോർമുലാസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അതായത് 6 നമ്മളിപ്പോൾ പഠിക്കണം. ഒന്ന് എന്താണ്? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് വന്നാൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ 3. പിന്നെ ഇവിടെ ഓയിലർ കോഷി വന്നു കഴിഞ്ഞാൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ ഈ 3. ഓക്കെ, സോ ഇത് പഠിക്കുക. Is it clear? What is an Euler-Cauchy equation? How to solve an Euler-Cauchy equation? How to identify an Euler-Cauchy equation? Clear ആണോ നിങ്ങൾക്ക്? ഓക്കെ, എന്നാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ,
ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കേ. സോൾവ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. സോൾവ് x square y double dash plus x y dash minus y is equal to 0. ചെയ്തോളൂ. സോ ഫസ്റ്റ് നിങ്ങളിത് ചെയ്യുമ്പം ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എ ഈക്വൽ ടു എന്താ ബി ഈക്വൽ ടു എന്താ എഴുതി വെക്കണേ. സോ ഹിയർ എ ഈസ് ഈക്വൽ ടു വാട്ട്, ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് വൈ ഡാഷ് ദാറ്റ് ഈസ് 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു coefficient of y that is -1. Okay, now find the characteristic equation. നിങ്ങൾ ചെയ്തോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഓക്കെ, എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണേ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ. ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എം സ്ക്വയർ പ്ലസ് 1 minus 1 into m plus minus 1 is equal to 0. That is m square plus 0m minus 1 equal to 0. That is m square minus 1 is equal to 0. Now you have to find the root. So m square is equal to 1. M is equal to plus or minus root 1. That is m1 is equal to 1 and m2 is equal to minus 1. Therefore, the general solution is നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ് കിട്ടുന്നത്. സോ ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ഓയിലർ കോഷി ഈസ് എക്സ് റേസ് ടു എം വൺ പ്ലസ് സി ടു എക്സ് റേസ് ടു എം ടു. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു സി വൺ എക്സ് റേസ് ടു വൺ പ്ലസ് സി ടു എക്സ് റേസ് ടു മൈനസ് വൺ. ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ. കിട്ടിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ ആൻസർ? കിട്ടിയോ? Yes, ma'am. Okay. Okay. So അത് ചെയ്ത ആൾക്കാർ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഇത് സോൾവ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3xy dash plus 4y equal to 0. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3xy dash plus 4y equal to 0. ഓക്കെ, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3xy dash plus 4y is equal to 0. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഉറപ്പായിട്ട് എന്നോട് ചോദിക്കണേ. പറ്റുന്നില്ല, ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്നോട് പറയാ. ഓക്കെ, ആർക്കെങ്കിലും ഈ ആദ്യത്തെ പ്രോബ്ലം കിട്ടാത്തയുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവാത്തയുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? So the second question is solve x square y double dash plus 3x y dash minus 4 y equal to 0. ഇങ്ങനെയല്ലേ question? Okay, minus 3y dash. Okay. Plus 4y equal to 0. സോൾവ് ചെയ്തോളൂ. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടിയെന്ന് പറഞ്ഞു നിങ്ങൾ. സോൾവ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3x വൈ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0.
ആദ്ര, Present, ma'am. അഭിജിത്ത്, അഭിജിത്ത് കെ, Present, ma'am. അഭിജിത്ത് കെ പി, Present, ma'am. അഭിരാഗ്, Present, ma'am. എബിൻ, Present, ma'am. ആദിത്യ, Present, ma'am. അദ്വൈത്, Present, ma'am. അഫ്ര, Present, ma'am. അക്ഷയ, Present, ma'am. അമൽ, Present, ma'am. അമാന, Present, ma'am. അമയ, Present, ma'am. അംഗിത, Present, ma'am. അനന്യ, Present, ma'am. അനുശ്രീ, Present, ma'am. അനുശ്രീ ബി, Present, ma'am. അൻവയ, Present, ma'am. ആര്യ, Present, ma'am. അതുൽ, Present, ma'am. അതുൽ എം വിനോദ്, Present, ma'am. ചന്ദന, Present, ma'am. ദിയ, Present, ma'am. ദിയ ടി എം, Present, ma'am. ഫർഹാന, Present, ma'am. ജുമിന, Present, ma'am. റിൻസി, Present, ma'am. ഫിദ ഫാത്തിമ, Present, ma'am. ഹിബ ഫാത്തിമ, Present, ma'am. ഹുസ്ന, Present, ma'am. ജയദീപ്, Present, ma'am. ഖദീജ, മുഹമ്മദ് റെയ്ഹാൻ, Present, ma'am. സെയിൻ, Present, ma'am. ഫസൽ, മുഹമ്മദ് ഫസൽ, ഫസൽ ഉണ്ടോ? ഫസൽ, ഷാസ്, Present, ma'am. നന്ദന, Present, ma'am. പ്രതുൽ, രാഹിൽ, Present, ma'am. റാണിയ, Present, ma'am. റിഷാൽ, Present, ma'am. സഫീല, Present, ma'am. സരിക, Present, ma'am. സയന, Present, ma'am. സിക്ത, Present, ma'am. സ്നേഹ, Present, ma'am. സൂര്യനന്ദ, Present, ma'am. വിനയ, Present, ma'am. ഫസൽ ഇല്ല, ബാക്കിയുള്ളവരുണ്ട്. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? സൊല്യൂഷൻ കിട്ടിയോ നിങ്ങൾക്ക്? C1 plus C2 log x into x raised to 2. Very good. Correct.
കിട്ടിയോ എല്ലാവർക്കും അതന്നെ? ടു ആണ് റൂട്ട് വരിക. So y is equal to c1 plus c2 log x into x raised to 2 is the answer. Okay. കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും ആൻസർ? ഓക്കെ. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓയിലർ കോഷി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അതിൻ്റെ നമുക്കിനി ആ ഒരു പ്രോബ്ലം കൂടെ ഏതാണ് കോംപ്ലക്സ് റൂട്ടിൻ്റെയും കൂടെ ചെയ്താൽ അതും കഴിഞ്ഞു. ഓക്കെ. സോ നല്ല